നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വല നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും മിടുക്കനായ ധീരനായ ആദർശ ശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നൊക്കെ പേര് കേട്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത, പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാനും തൻ്റെ ഇടമുണ്ടായിരുന്ന വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്ന് പറയുന്ന VS അച്യുതാനന്ദൻ. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം പിന്നിടുകയാണ്. യഥാർത്ഥത്തിൽ അവർക്കൊന്നും സ്മാരകം പ്രത്യേകിച്ച് പണിയേണ്ടതില്ല. കാരണം ഇന്നും നമ്മൾ VSനെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലി. ഓരോ കേരളീയൻ്റെയും മനസ്സിൽ VS എന്ന ആ 2 അക്ഷരത്തിന് പിന്നിൽ തെളിയുന്ന ഒരു മുഖമുണ്ട്. ആ മുഖത്തോടൊപ്പം തന്നെ ഉയർന്ന് അന്തരീക്ഷത്തിൽ വീശുന്ന ഒരു മുഷ്ടി ചുരുട്ടി വീശുന്ന ഒരു കൈയുണ്ട്. സമരവീര്യം ഉറയുന്ന ചില ചിന്താശകലങ്ങളുണ്ട്. അതൊക്കെ തന്നെ VSനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്മാരകങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ VSന് പ്രത്യേകിച്ചൊരു സ്മാരകം കേരളീയൻ്റെ ജനാധിപത്യ ബോധ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊരു സ്മാരകത്തിന് അവൻ ആവശ്യമില്ല. എന്നാൽ ഇത്രയും വലിയൊരു നേതാവ് ഏതാണ്ട് 14 വയസ്സിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി കയ്യിലേന്തി ഇന്ത്യയിലെ ആദ്യത്തെ കർഷക പ്രസ്ഥാനത്തിനും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിനുമെല്ലാം നാന്ദി കുറിച്ച് സമരങ്ങളിൽ സജീവമായി ഇടപെട്ട ഒരാൾ, പിന്നീട് മരിക്കുന്നതിന് 1 വർഷം മുൻപ് വരെ സജീവമായി CPMൻ്റെ പാർട്ടിയുടെ അകത്തളങ്ങളിലും അന്തഃപുരങ്ങളിലും ഭരണത്തിലുമെല്ലാം കൃത്യമായി ഇടപെട്ടിരുന്ന ഒരാൾ എന്ന രീതിയിൽ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളീയൻ്റെ ജാതി രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്തുള്ള ഒരു പൊതു പ്രവർത്തകൻ തന്നെയാണ്, പൊതു നേതാവ് തന്നെയാണ്. ആ അർത്ഥത്തിലെങ്കിലും CPM അദ്ദേഹത്തിന് ഉചിതമായൊരു സ്മാരകം നിർമ്മിക്കും എന്ന് തന്നെയായിരുന്നു കേരളത്തിൻ്റെ പ്രതീക്ഷ. പുന്നപ്ര വയലാറിലുള്ള വലിയ ചുടുകാടിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് സ്മാരകമുണ്ടാക്കും എന്ന് നേരത്തെ CPM പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരുവനന്തപുരത്തും അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ചില നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ആലോചന യോഗങ്ങൾ നടന്നു എന്നല്ലാതെ മറ്റു കാര്യമായ പുരോഗമന പ്രവർത്തനങ്ങളൊന്നും ആ സ്മാരകവുമായി ബന്ധപ്പെട്ട് നാം കണ്ടില്ല, കേട്ടില്ല. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ VSൻ്റെ സ്വന്തം വീട് വേലിക്കകത്ത് വീട്ടിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനുമെല്ലാം ചേർന്ന് VS അച്യുതാനന്ദൻ്റെ ഒരു സ്മാരക സ്തൂപം ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അർദ്ധകായ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. CPMനകത്തെ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നെറുകേടുകൾക്കെതിരെ തന്നെയാണ് ഇന്നും VSൻ്റെ ആ പ്രതിമ അവിടെ ഉയർന്നിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിനൊരു സ്മാരകം ഒരുക്കുന്നതിന് ആരുടെയും അനുമതിയോ അല്ലെങ്കിൽ അവകാശ തർക്കങ്ങളോ ഒന്നും നേരിടേണ്ടതില്ലല്ലോ എന്നുള്ള വ്യക്തമായ സൂചന കൂടിയാണ് CPM നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിലേക്ക് അവർ വച്ചിരിക്കുന്ന ഒരു വലിയ സന്ദേശം. ഞങ്ങൾക്ക് തർക്കങ്ങളില്ല, ഞങ്ങളുടെ സഖാവിന് ഞങ്ങൾക്ക് സ്വന്തം മണ്ണിൽ, സഖാവിൻ്റെ സ്വന്തം മണ്ണിൽ സ്വന്തം വീട്ടിലൊരു സ്മാരകം ഉയർത്തുന്നതിന് ആരുടെയും അനുമതി വേണ്ടല്ലോ, അവിടെ ആരുടെയും തർക്കങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടതില്ലല്ലോ എന്ന വ്യക്തമായ സൂചന കൂടി ഇതിന് പിന്നിലുണ്ട്. ഇപ്പോഴും VS എന്ന 2 അക്ഷരത്തെ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴും ഭയക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പറഞ്ഞ പോലെ VS എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മാത്രം സ്വത്തല്ല, ആ പാർട്ടിയുടെ മൊത്തം സ്വത്താണ്, പാർട്ടിയുടെയും കേരളത്തിൻ്റെയും. അപ്പം ഇത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു സ്റ്റാച്യു നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നിർമ്മിക്കേണ്ടത് കേരളം കണ്ടതിൽ പറഞ്ഞ AKGക്കും EMSനും വരയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സമുന്നതനായ നേതാവ് തന്നെയാണ് VS. അപ്പോൾ ആ വിഷയത്തിലൊന്നും അർത്ഥശങ്കക്ക് ഇടയില്ല അവരുടെ ശ്രേണിയിലേക്ക് ഉയർത്തി വയ്ക്കുക. ഇപ്പോൾ ഫവാസ് പറഞ്ഞതുപോലെ EMSൻ്റെയോ AKGയുടെയോ ഒക്കെ ശ്രേണിയിലേക്ക് ഉയർത്തി നിർത്താൻ പറ്റിയൊരു നേതാവ് തന്നെ. അപ്പം അത്തരത്തിലുള്ള നേതാവിൻ്റെ ഒരു സ്റ്റാച്യു, ഒരു പ്രതിമ അനാശ്വാസം ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അത് ചെയ്യേണ്ടതുമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലും ചെയ്യണം, നമ്മൾ തലസ്ഥാന നഗരിയിലും ചെയ്യണം. എനിക്ക് തോന്നുന്നു കണ്ണൂരിലും ഈ സാധനം ചെയ്യണം. കാരണം ഇടതുപക്ഷം എവിടെയൊക്കെ ഉണ്ടോ, ഒരുപക്ഷെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ചെയ്താൽ അത്രയും നല്ല കാര്യം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി ഇതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്വന്തം പാർട്ടിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി എന്ത് കിട്ടി എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ 7ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പഠിത്തം നിർത്തുന്നു. ജനിക്കുമ്പോൾ തന്നെ പിന്നീട് അച്ഛനെയും അമ്മയെ നഷ്ടപ്പെടുന്നു. 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുന്നു. വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ആദ്യം ഈ പറഞ്ഞ പോലെ ജ്യേഷ്ഠൻ്റെ
കടമുറിയിൽ തുന്നൽ പഠിക്കുമ്പോൾ ജ്യേഷ്ഠനെ സഹായിക്കാൻ നിൽക്കുന്നു. പിന്നീട് ഈ കയർ ഫാക്ടറിയിൽ കയറിൻ്റെ വർക്കുകളുമായി ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന ഒരു നേതാവാണ്. പിന്നീട് പലതരത്തിലുള്ള പല പ്രശ്നങ്ങൾ നേരിടുന്നു, പാർട്ടിയിലോട്ട് ചേരുന്നു, വലിയ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾക്ക് പന്തം കൊളുത്തുന്നു, തീ കൊളുത്തി വിടുന്നു, അതിൻ്റെ എല്ലാം മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള നേതാവിന് വേണ്ടിയിട്ട് ഒരു പ്രതിമ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് CPM എന്നുള്ള വലിയ ചോദിച്ചിട്ട് കിടക്കുന്നത്. എനിക്കൊണ്ട് ഇതിനൊക്കെ ഭയക്കുന്നത് ഒരൊറ്റ ആൾ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നിലവിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. കാരണം അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നത് തനിക്ക് മീതെ ഒരാളും ഇല്ല എന്നുള്ളത്, തനിക്ക് ശേഷം പ്രളയം എന്നുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് മേതെങ്ങാനും VS-ന് അനുഷ്ഠാനം വരുമോ എന്നുള്ള സാധനം അതൊരിക്കലും ഈ പറഞ്ഞ പോലെ അദ്ദേഹം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും VS-ൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. ഒരിക്കലും ആ ഒരു സ്ഥാനത്തോട് പിന്നെ ഈ പിണറായി വിജയൻ ഒരിക്കലും കടന്നു വരാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അല്ല, തീർച്ചയായും നോക്കൂ, ഇപ്പോൾ ഈ കേരളം കണ്ടിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ തന്നെയാണ് VS അച്യുതാനന്ദൻ. ഒരു കാരണവശാലും സന്ധിയില്ലാത്ത സമരങ്ങളാണ് അദ്ദേഹം നൽകിയിരുന്നത്. ആ എന്തിനോ പാർട്ടിക്കാരെ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പിണക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് മൂന്നാറിലൊക്കെ കുടിയൊഴിപ്പിക്കുന്ന വേളയിൽ VS അച്യുതാനന്ദനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഭിന്നസ്വരങ്ങൾ ഉയർന്നതും അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ പല എതിരാളികളുണ്ടായതെല്ലാം കേരളം കണ്ടറിഞ്ഞത് തന്നെയാണ്. അപ്പോൾ അന്യായം എവിടെ നടക്കുന്നു അതിന് പിറകിൽ ആരാണ് എന്നുള്ളത് മുഖം നോക്കാതെ നടപടിയെടുത്തിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് ആരായിരുന്നെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ CPM-നകത്തുള്ള നിഷ്പക്ഷമരായി ചിന്തിക്കുന്ന എല്ലാ ആളുകളും അത് VS ആണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൈപൊക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. VS അച്യുതാനന്ദൻ്റെ വിയോഗ സമയത്ത് നമ്മളത് കണ്ടതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും VS-ന് ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ എവിടെ നിന്നെല്ലാം വന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഒരു നേതാവ് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കാരണവശാലും നമ്മൾ ഒരുക്കുന്ന ഈ അക്ഷരങ്ങളിലോ അല്ലെങ്കിൽ കല്ലും സിമെൻറ്റും ചേർത്തൊരുക്കുന്ന വലിയ വലിയ സ്തൂപങ്ങളിലോ അല്ലെങ്കിൽ പ്രതിമകളിലോ അല്ല സ്മാരകം യഥാർത്ഥത്തിൽ കുടികൊള്ളുന്നത്. എത്രത്തോളം ജനങ്ങൾക്കുള്ളിൽ ഇവരുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ VS-ന് കേരളത്തിലെ എല്ലാ ആളുകളുടെയും മനസ്സിലൊരു സ്മാരകമുണ്ട്. പക്ഷേ പൊതുവായി ഇത്തരം നേരത്തെ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാവരും പൊതു സ്വത്തായി മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള പൊതു സ്വത്തായി മാറിക്കഴിഞ്ഞ ആളുകളെ യഥോചിതം അനുസ്മരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ പാഠഭാഗങ്ങൾ പകർന്നു നൽകുന്നതിൻ്റെ ചരിത്രത്തിൻ്റെ ആ ഏടുകൾ പകർന്നു നൽകുന്നതിൻ്റെ ഭാഗമായി ഇവർക്കൊക്കെ സമുചിതമായ സമാരാധ്യമായ ഒരു സ്മാരകം പണിയേണ്ടത് ആവശ്യം തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ VS-ന് കൃത്യമായി ഉചിതമായൊരു സ്മാരകം നിർമ്മിക്കാൻ CPM ഇനിയും വൈകിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. ഇന്നിപ്പോൾ വേലിക്കകത്ത് ഉയർന്ന സ്മാരകം ഇത് തന്നെയാണ് CPM-ന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം കൂടിയാണ്. കാരണം അദ്ദേഹം മരിച്ചിട്ട് 1 വർഷം തികയുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കേരളത്തിന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് കൂടി നമ്മുടെ കടമയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിപ്പോൾ സ്ട്രാറ്റജി ആയിട്ടും അല്ലാണ്ടായിട്ടും പിന്നെ ജേർണലിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കണ്ട നേതാക്കന്മാരിൽ എന്താ പറയുക, ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ VS ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ എനിക്ക് അതിന് മുമ്പുള്ള പല നേതാക്കന്മാരും കണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഓർമ്മയുള്ള നേതാക്കന്മാർ ഇവരൊക്കെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചാനൽ എന്നുള്ള രീതിയിൽ ദ ക്രൈം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ VS അനുസ്മരണം നമ്മൾ കൂടി നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ പിണറായി വിജയനെ VS-നെ സ്വന്തം പാർട്ടിക്കാരെ ഈ പറഞ്ഞ പോലെ അവഗണിക്കുമ്പോൾ നമ്മളെങ്കിലും ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മളെങ്കിലും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ആരാണെന്നുള്ളതും അദ്ദേഹത്തിന് കേരളത്തിന് ചെയ്ത സംഭാവനകൾ എന്താണെന്നുള്ളതും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1923 ഒക്ടോബർ 20-നാണ് ആലപ്പുഴയിലെ പുന്നപ്രയിൽ അദ്ദേഹം ജനിക്കുന്നത്. വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വിദ്യാഭ്യാസമല്ല, പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം. പക്ഷേ ആ 7ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് രാഷ്ട്രീയം കൊണ്ടുനടക്കാൻ, രാഷ്ട്രീയം കൈയാളാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിദ്യാഭ്യാസം വേണ്ട ആവശ്യമില്ല. നല്ലൊരു കാഴ്ചപ്പാടും നല്ലൊരു മനുഷ്യനായ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലേക്കുള്ള പ്രവേശനം 1940-കളിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവേശിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ തരത്തിലുള്ള പുന്നപ്ര വയലാർ സമരം നടക്കുന്നു. 1946-ലാണ് ഈ സമരം നടക്കുന്നത്. പിന്നീട് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI രൂപീകരിക്കപ്പെടുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ CPIയിൽ നിന്നും അദ്ദേഹം വേർപെട്ട് പോകുന്നു. 1980 മുതൽ 92 വരെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി
അദ്ദേഹം പ്രവർത്തിക്കുന്നു. പിന്നീട് 1985 മുതൽ 2009 വരെ അദ്ദേഹം പരമോന്നതമായ PBയിൽ പോളിറ്റ് ബ്യൂറോയിലെത്തുന്നു. അങ്ങനെ 91 മുതൽ പലതവണയായിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ്. പലതരത്തിലുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും കുടി അതുപോലെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതൊക്കെ അതൊക്കെ അന്ന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭത്തിലൂടെയൊക്കെ പോയായിരുന്നു. അന്നൊക്കെ അദ്ദേഹത്തിന് മൂന്നാർ ഓപ്പറേഷൻ 2007 തോന്നുന്നത് മൂന്നാർ ഓപ്പറേഷൻ നടത്തിയത്. അതെ. പിന്നെ ഒരുപാട് പരിസ്ഥിതി മുന്നേറ്റങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അഴിമതിക്കെതിരെയുള്ള കാര്യങ്ങൾ, പിന്നെ സാറിന് ഓർക്കുന്നുണ്ടാവും ഈ ഐസ്ക്രീം കേസും ഈവൻ ലാവ്ലിൻ കേസ് അടക്കം പരിധി വരെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കൃത്യമായി നമ്മുടെ ഈ ലാവ്ലിൻ കേസ് നമ്മുടെ ഈ ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ സാറുമായി ബന്ധപ്പെട്ടിട്ട് ആ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നന്ദകുമാർ സാറിന് അവിടെ സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ ഏർപ്പാടാക്കുന്നതിൽ വരെ VS അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്ന് വലിയ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സാറ് തന്നെ ഒരു വീഡിയോയിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തമ്മിൽ അത്രത്തോളം വലിയ ബന്ധങ്ങളുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പോലും ആദർശത്തിന് വിരുദ്ധമായി അരാജകത്വം പുലർത്തുന്ന ആളുകളുണ്ടെങ്കിൽ, അഴിമതി നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അതെവിടെയായാലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥ പൗരബോധമുള്ള ഒരാൾ തന്നെയായിരുന്നു VS എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും ഇപ്പോൾ ഫാസ് പറഞ്ഞ പോലെ ഇത്തരമുള്ള നേതാക്കന്മാർ, നിലപാടുകളുള്ള നേതാക്കന്മാർ, വ്യക്തികൾ, ഇവർക്കൊക്കെ സമുചിതമായ സ്മാരകം അല്ലെങ്കിൽ അവർക്കൊരു സ്മരണാഞ്ജലി നൽകേണ്ടത് ഒരു മാധ്യമം എന്ന രീതിയിൽ നമ്മുടെയും കടമ തന്നെയാണ്. കേരളം കണ്ട ഏറ്റവും യോഗ്യനായ അല്ലെങ്കിൽ സമര പോരാട്ട വീര്യങ്ങളിലൂടെ കടന്നു വന്ന വലിയ നേതാവെന്ന വിശേഷണമുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ ആദർശമുഖങ്ങളിൽ ഒരാളായ അത്യുജ്വല ശ്രേണിയിൽ ഉയർന്നു നിന്ന് VS അച്യുതാനന്ദന് ക്രൈം ഓൺലൈൻ്റെ സ്മരണാഞ്ജലി.